ഇതാ സമാധാനത്തിന് വേണ്ടി ഇറാൻ ഞങ്ങളുടെ കാല് പിടിക്കുകയാണ്, ഞങ്ങളോട് കെഞ്ചുകയാണ്. വേഗം ഈ ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഇറാൻ കഷ്ടപ്പാടിലാണ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇനി യുദ്ധം നടത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണം ഉണ്ടാകും. അത് ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് ഒരു തിരിച്ചുവരവിന് ആയിട്ട് കാണത്തില്ല. കാരണം നിലം പരിശാക്കും എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ വാക്കുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ഇതാ ഇറാന്റെ പൂണ്ട് വിളയാട്ടം നടന്നിരിക്കുകയാണ്. ഈ ഹോർമുസ് കടലിടുക്കിൽ US നാവിക സേനയുമായിട്ട് സഹകരിച്ചു എന്നാരോപിച്ച് ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ കടുത്ത ആക്രമണം നടന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഒമാൻ തീരത്ത് നിന്നും ഏകദേശം 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഒരു അജ്ഞാത പ്രൊജക്ടൈൽ അല്ലെങ്കിൽ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ചരക്ക് കപ്പലിൽ നിന്നുള്ള അടിയന്തര സന്ദേശം ലഭിച്ചതായിട്ട് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി ആയിട്ടുള്ള UKMTO സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന മറ്റു കപ്പലുകൾക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇതേ പാതയിൽ നടക്കുന്ന രണ്ടാമത്തെ സുരക്ഷാ വീഴ്ചയാണിത്. അമേരിക്കൻ നാവികസേന നിർദ്ദേശിച്ച റൂട്ടുകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ IRGC ഒരു നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം എടുത്തു പറയണം. ട്രംപ് പറഞ്ഞ ഈ ഒരു യുദ്ധത്തിൽ സമാധാനം കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തുകയാണ്, അതുകൊണ്ട് ഇറാൻ കാല് പിടിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഒരു ആക്രമണം നടക്കുന്നത്. തങ്ങളുടെ തീരപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇറാന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് അവരുടെ നിലപാട്. അമേരിക്കയുടെ ശത്രുപരമായിട്ടുള്ള നിലപാടുകൾ തുടരുന്നിടത്തോളം കാലം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു എണ്ണക്കടത്ത് പാത തുറക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 5 മാസത്തോളം നീണ്ട യുദ്ധം കാരണം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിലവിൽ പകുതിയോളമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായുള്ള അവസാന അവസരമാണിത് എന്ന കടുത്ത ഭീഷണിയുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതിന് ശേഷമാണ് ഈ ആക്രമണം നടക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തുറന്നു നൽകാനും ആണവ പരിപാടികൾ അവസാനിപ്പിക്കണമെന്നും ഈ ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അതൊക്കെ ഒരിക്കലും നടക്കില്ല എന്നത് ഈ ഒരു ആക്രമണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ട്രംപിന് കൊടുത്തിരിക്കുകയാണ്. സഖ്യകക്ഷികളുടെ അഭ്യർത്ഥന പ്രകാരം ഇറാനെതിരെയുള്ള പുതിയ വ്യോമാക്രമണങ്ങൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണെന്നും ചർച്ചകൾ പുനരാരംഭിച്ചതായിട്ടും ട്രംപ് അവകാശപ്പെടുന്ന സമയത്താണ് ഈ ഒരു വലിയ ആക്രമണം പെന്റഗണിനെയും ട്രംപിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത്. ഈ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് ഇറാൻ സൈന്യം അമേരിക്കയുടെ ചർച്ചാ നിർദ്ദേശങ്ങളെ ഈ ഒരു നിമിഷം പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം സത്യത്തിൽ ഇറാന്റെ കൈകളിലാണ് എന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇനി അമേരിക്കയുടെയോ മറ്റ് പാശ്ചാത്യ ശക്തികളുടെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഈ ഒരു മേഖലയിൽ അനുവദിക്കില്ല എന്നും ഇറാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നു. US നാവികസേന ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ ഈ ഒരു കടുത്ത പ്രതിരോധം തീർക്കുന്നത്. അമേരിക്കൻ നാവികസേന നിർദ്ദേശിക്കുന്ന റൂട്ടുകളിലൂടെയോ അവരുടെ സുരക്ഷാ വലയത്തിലോ കപ്പലുകൾ സഞ്ചരിക്കുന്നത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ കണക്കാക്കുന്നത്. അമേരിക്കയുമായിട്ട് ഒപ്പുവെച്ചിരുന്ന താൽക്കാലിക സമാധാന കരാർ തകർന്നതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇറാൻ തങ്ങളുടെ നീക്കങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. ഇനി തങ്ങൾക്കെതിരെയുള്ള അമേരിക്കയുടെ ശത്രുപരമായിട്ടുള്ള നടപടികൾ അവസാനിപ്പിക്കാതെ ഈ ഒരു ജലപാത ഒരു കാരണവശാലും തുറന്നു നൽകില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഏതൊരു വാണിജ്യ കപ്പലും തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക റൂട്ടുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കർശന നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഈ ഒരു മേഖലയിലൂടെയുള്ള സുരക്ഷിത യാത്രയ്ക്ക് ഇറാന്റെ IRGC നാവികസേനയുടെ
പ്രത്യേക അനുമതി വാങ്ങണമെന്നും അവർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര ജലപാതകളിൽ കപ്പലുകൾക്ക് സ്വതന്ത്രമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്ന വാഷിംഗ്ടണിന്റെ വാദങ്ങളെ ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. തങ്ങളുടെ തീരപ്രദേശത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു തന്ത്രപ്രധാന പാതയുടെ മേൽനോട്ട ചുമതലയും സുരക്ഷയും തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന നിലപാടാണ് ടെഹ്റാൻ ഇവിടെ പറയുന്നത്. അമേരിക്കയുമായിട്ട് രഹസ്യമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ ഇറാൻ സൈനിക ഉദ്യോഗസ്ഥർ പരസ്യമായിട്ട് നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. ഈ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നു നൽകുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് യാതൊരുവിധ കരാറില്ല എന്നും ഒപ്പുവെച്ചിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ വലിയ ആക്രമണം ചരക്ക് കപ്പലുകൾക്ക് നേരെ നടന്നിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ മറ്റ് അറബ് നേതാക്കളെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും തങ്ങൾക്കെതിരെ തിരിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങി ഹോർമുസിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ അടിവരയിട്ട് പറയുകയാണ്. മേഖലയിൽ യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അത് നേരിടാൻ തങ്ങളുടെ സായുധ സേന ഏറ്റവും ഉയർന്ന സജ്ജീകരണത്തിലാണ് എന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകുന്നു. ആയുധബലം കൊണ്ട് ഹോർമുസ് പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ ഈ മേഖലയിലെ യഥാർത്ഥ ശക്തി ആരാണെന്ന് കാണിച്ചു തരുന്ന കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ നിലപാട്. ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളോട് തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മേഖലയിൽ സൈനിക വിന്യാസം നടത്തുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഇറാൻ ഗൾഫ് മേഖലയ്ക്ക് നൽകുന്ന സൂചന. സമാധാന കാലത്ത് ലോകത്തെ എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയുടെ 20% കൈകാര്യം ചെയ്തിരുന്ന ഈ ഒരു കപ്പൽ പാതയിൽ ഇറാന്റെ കടുത്ത നിയന്ത്രണങ്ങൾ വന്നതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു വശത്ത് അമേരിക്കൻ ഉപരോധവും മറുവശത്ത് ഇറാന്റെ കടുത്ത നാവിക പ്രതിരോധവും കാരണം ഹോർമസിലൂടെയുള്ള ചരക്ക് നീക്കം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് നിലവിൽ കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരത്തെയും നിയന്ത്രണത്തെയും ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ഈ ഒരു കടുത്ത തർക്കം മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിടുകയാണ്. തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലും ഈ വഴി കടത്തിവിടില്ല എന്ന ഇറാന്റെ കടുത്ത നിലപാടും ആയുധബലം ഉപയോഗിച്ച് ഇതിനെ നേരിടുമെന്ന് പറയുന്ന അമേരിക്കയുടെ ഭീഷണിയും അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. എങ്കിലും മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു ഹോർമുസിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇറാന്റെ കൈകളിലാണ്. ഈ സമാധാന ചർച്ചകൾ പൂർണ്ണമായിട്ടും സ്തംഭിച്ച പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു നാവിക ഉപരോധം എങ്ങോട്ട് തിരിയുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഇന്ധന കടത്ത് പാതയിലെ ഈ ഒരു പ്രതിസന്ധി ആഗോള എണ്ണ വിലയും കപ്പൽ ഗതാഗതത്തെയും ചരിത്രത്തിലെ ഏറ്റവും മോശം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിൽ ഈ ഒരു സായുധ പോരാട്ടം ആഗോള സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലോടെ ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഹോർമുസ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലേക്കാണ് അവിടെ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. അമേരിക്കയുടെ പൊള്ളയായിട്ടുള്ള വാദങ്ങൾ ലോകത്തിന് മുന്നിൽ മുഴങ്ങുമ്പോൾ അതല്ല ശരി, അതിനെയെല്ലാം പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ വീര്യം പുറത്തു കാണിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. അതാണ് ഹോർമുസിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തങ്ങളുടെ അനുമതി ഇല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കപ്പൽ പോയി കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യും എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇപ്പോൾ ആ കാര്യം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ അമേരിക്ക ഇനി അടുത്ത തന്ത്രം മെനയുകയാണെങ്കിൽ അത് അമേരിക്കയുടെ കഷ്ടകാലമാണ് എന്നുകൂടി ഈ ഇറാൻ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല ഗൾഫ് മേഖലയ്ക്കും കൂടി ഒരു സൂചന കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ അതിൽ പങ്കാളികളായി കഴിഞ്ഞാൽ ഇതിനു മുമ്പ് സൗദിയിലൊക്കെ ഉണ്ടായ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ എന്നുകൂടി ഈ ഇറാൻ പറയുമ്പോൾ അത് വലിയൊരു നീക്കത്തിനായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ഈ ഗൾഫ് മേഖലയുടെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയൊരു നീക്കത്തിനായിരിക്കും ആ ഒരു യുദ്ധം വഴിമാറുക എന്നതിൽ സംശയമില്ല. ഇപ്പോൾ എന്തായാലും ഹോർമുസ് തങ്ങളുടെ പരിധിയിലാണ് അല്ലെങ്കിൽ അധീനതയിലാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്.